ഇനി അൽഫി ഒന്ന് എടുത്തവനെ, ഞാൻ മൊയ്ലിയാർക്ക് അൽഫി ഒന്ന് കൊടുക്കട്ടെ. മുഹമ്മദുൽ വബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി. ഇതെന്താ സംഭവം എന്ന് ആദ്യം മൊയ്ലിയാരെന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ കത്ത് സനദ് നേരത്തെ ഞാൻ പറഞ്ഞു. ഫഹാദ സനദും മിന്നി അന, فهذا سند مني أنا الواضع صحيح في ختامه ومقيد اسمي هنا لبيانه وإعلانه. സനദ് മിന്നി അന എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. അൽഫി ഓതിയ കാലത്ത് രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ നടന്നാൽ കിതാബ് പഠിക്കാൻ പറ്റൂല. അൽഫിയുണ്ട് മിന്നി എന്നുള്ള മുത്തക്കല്ലിമിന്റെ അതിന് തൗക്കീദ് പറയണമെങ്കിൽ മുൻഫസിലായ മർഫൂആയ ലമീർ കൊണ്ടാണ് തൗക്കീദ് പറയേണ്ടത് എന്നാ. അതാണ് മുസ്ലിയാരെ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വീറ് കിട്ടിയല്ലോ. കാരണം മൂപ്പര ശിഷ്യന്മാരല്ലേ, മീസാൻ ഓതിയിട്ടുണ്ടാവൂല. എന്നാൽ ആരെ കൊണ്ടാ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കരുത് അൽഫി ഓതുമോന്ന്? എന്നെ കൊണ്ടാ നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? എന്നെ കൊണ്ടല്ല, അത് SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടാ പറഞ്ഞത്. എപ്പോ സ്ഥാപക പ്രസിഡന്റ് അയാൾ വായിക്കുന്നു കേൾപ്പിച്ചു കൊടുത്തവനെ. അയാൾ പറയുന്നത് തന്നെ ഫഹാദാ സനദും മിന്നി വഅന വാദിഉ സഹീഹി ഫീ ഖിതാമി. അപ്പൊ കേട്ടല്ലോ. അപ്പൊ മൂപ്പര് ഹാദാ സനദും മിന്നി അനയില്ലട്ടോ, അന കൂട്ടി വായിക്കുന്നില്ല. കാരണം അയാള് പോസ്റ്റർ പറിക്കാൻ നടന്നതാ കേട്ടോ. ഓരോരുത്തരൊട്ടിച്ച പോസ്റ്റർ പറിക്കാൻ നടന്നതാ അല്ലേ? പറ മൊയ്ലിയാമാരെ, നിങ്ങൾ രണ്ട് കൂട്ടർ വായിച്ച രണ്ട് ജാതിയിലല്ലേ? ഏതാ ശരി പറ, ഏതാ ശരി എന്ന് പറ. പിന്നെ വാനാന്നൊരു വാവ് കൂട്ടിക്കൊടുത്തു, അത് അതിനേക്കാൾ അത് അണ്ടി കൊടുക്കാൻ പോയതുകൊണ്ടാ. വാന എന്ത് വാന? അതിൽ വാനാന്ന് വാവുണ്ടോ? ഇല്ലാത്ത വാവാ കുട്ടി. 1ാം ക്ലാസ്സിലെ കുട്ടികൾ വായിക്കുന്ന മാതിരി ഇല്ലാത്ത വിദ്യാർത്ഥിട്ടാ വായിക്കല്. മൂപ്പർ വരെ അത് ആ ഇബാറത്തിന്റെ ചേലെങ്ങനെയാണ്, ഇതിന്റെ ചോലിങ്ങനെയാ ചേലോലു. എന്താ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അത് മൊയ്ലിയാര് പാടുമ്പോ കുല്ലാവമീരീനിത്തസൽ ഒരു കുല്ല നീട്ടിയാണ്ട് നിങ്ങൾ എന്താ മൂപ്പര് ഉദ്ദേശിച്ച മേന? മൂപ്പര് മനസ്സിലാക്കിയ അർത്ഥം എന്താ അറിയോ? റഫീന്റെ ലമീർ, മുൻഫസിലായ മർഫൂആയ ലമീർ, അക്കിദ് ബിഹി കുല്ലാവമീരീനിത്തസൽ, മുത്തസിലായ ഏത് ലമീറുണ്ടോ അതിനൊക്കെ തൗക്കീദ് ഇത് വിട്ടോളൂ. അങ്ങനല്ല. നിങ്ങൾ പറഞ്ഞ വാചകം പറയുമ്പോ നിങ്ങൾ പറഞ്ഞത് എന്നുള്ള മുത്തക്കല്ലിമിന്റെ തൗക്കീദ് പറയണമെങ്കിൽ മുൻഫസിലായ മർഫൂ കൊണ്ടാ പറയേണ്ടത്. മൊയ്ലിയാരെ, അത് പറയണമെങ്കിലല്ലേ? ഇവിടെ അങ്ങനെ പറയേണ്ട സ്ഥലമല്ല. അതാ മനസ്സിലാക്കേണ്ടത്. എല്ലാ ലമീറും ഇങ്ങനെ തൗക്കീദ് ഇത് വിടുകയല്ല. ഇവിടെ അങ്ങനെ പറയേണ്ട സ്ഥലമല്ല. മുത്തസിലായ ലമീറിന് തൗക്കീദ് പറയണമെങ്കിൽ മജ്റൂറാകട്ടെ, മർഫൂആകട്ടെ, മൻസൂബാകട്ടെ, കൊണ്ടുവരുന്ന ലമീർ മുൻഫസിൽ മർഫൂആകണം എന്നാ പറഞ്ഞത്. അല്ലാതെ എല്ലാ സ്ഥലത്തും മുൻഫസിലായ ലമീർ കൊണ്ട് തൗക്കീദാക്കണം എന്നല്ല. മുൻഫസിലായ ലമീർ കൊണ്ട് തൗക്കീദാക്കാൻ പറ്റുന്നിടത്ത് മാത്രമേ തൗക്കീദാക്കാൻ പറ്റൂ. ഇവിടെ തൗക്കീദാക്കാൻ പറ്റൂല. എന്താ കാരണം? എന്താ കാരണം? ഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി, ഞാൻ ഇതിന്റെ അവസാനം ഇതിന്റെ സ്ഥിരീകരണം നടത്തുന്ന ആളാണ്. ഈ അന എന്ന് പറഞ്ഞത് മുബ്തദഉൻ സയ്യിദുൻ വഅദീറുൻ ഖബർ ഇൻ ഖുൽത സയ്യിദുൻ നഅദിറുൻ മാനിഅ്തദർ. അൽഫി ഓതുമ്പം അതാ പഠിക്കാതെ നടന്നാ പോരാ. കേരളം വിട്ട് പോയിട്ടല്ലേ പഠിച്ചത്, നാട് കാണാൻ പോയിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഓ മനുഷ്യ, നിങ്ങളാണോ ഈ കുട്ടികളെ പഠിപ്പിച്ച് ഹുദവിയാക്കി വിടുന്നതെങ്കിൽ നാശം തന്നെ. നെഹ്വറിയൂല സെറുഫറിയൂല കേട്ടോ.
മുസ്ലിയാമാരെ മുന്നിൽ ഇയാൾ പറയുന്നുണ്ട്. ഉസ്താദ് പോയി എന്നാ തോന്നുന്നത്. ഇയാൾ ഈ സഫാത്ത് പറഞ്ഞപ്പോ പോയിട്ടുണ്ടാവും എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം മൂപ്പര് കേട്ടിക്കാൻ കഴിയാത്തോണ്ട് പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. അർത്ഥം വെക്ക്, നിങ്ങൾ തെക്കീതാക്കുന്നത് അങ്ങനെ ഉണ്ടാവും. അറിയോ ഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ തന്നെ കൊടുക്കുന്ന സനദാ. ഇങ്ങനെ ഒരാൾ പറയോ മൊയ്യാരെ? ഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ തന്നെ. ഓ അങ്ങനെ ഉണ്ടല്ലോ, ഇവർക്ക് അങ്ങനെയാ. സലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ ചൊല്ലിയാടി തന്നെയാണോ ഫായിൽ സംശയം. അങ്ങനെയാണ് ഇവരെ സംശയം. സലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ ആരാ ചൊല്ലിയത് സംശയ. ഇതുപോലെ അതിൽ സംശയമായിപ്പോയി ഇല്ലേ? സനദും മിന്നി എന്ന് പറഞ്ഞ് എവിടെയാ മുസ്ലിയാരെ തേക്കീത്? നിങ്ങൾ വായിച്ച തെറ്റാണ്. ഹാദാ സനദും മിന്നി അനൽ വാദിയു. അറബി വായിക്കുന്ന ആർക്കും അറിയാൻ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആദ്യം മുതൽക്ക് അത് വായിച്ചൊന്ന് അർത്ഥം പറ, അതിന്റെ കൂടെ തെർക്കീബും പറ. അപ്പൊ നോക്കുമ്പോ മുപ്പത് ഉണ്ടാവൂല കേട്ടോ. ലക്നൌവിൽ പോട്ടി ഒരു മുഖത്ത് നോക്കി പിടിക്കാന് മൂപ്പര് പറയുന്നത് ഒരു മുടി ഒരു സനദിലൂടെ മാത്രമേ വരുള്ളൂ. മൂപ്പരെ തെഹ്കീക്കാണ്. മുസ്ലിയാരെ ആരാ പറഞ്ഞു തന്നത്? ഏത് കിതാബെന്നാ പഠിച്ചത്? ചോദിക്കട്ടെ. മുടി കൈമാറുന്ന വ്യക്തി, ഞാൻ ചോദിക്കട്ടെ, ഒരു ബാപ്പാന്റെ കയ്യിൽ അള്ളാന്റെ റസൂലിന്റെ ഒരു മുടിയുണ്ട്. ആ ബാപ്പാക്ക് 5 മക്കളുണ്ട്. ബാപ്പ മരിച്ചപ്പോ 5 മുടി കിട്ടി. ഈ 5 ആളുകളിൽ നിന്നും ഒരാൾക്ക് ഈ മുടി കിട്ടിക്കൂടെ? അപ്പൊ സനദില് 5 വന്നൂടെ? കാരണം 5 കൊടുത്താൾ എന്നല്ലേ? എല്ലാവരും അവകാശികളല്ലേ? അവകാശം എന്ന് പറഞ്ഞാൽ അന്തരം വെക്കുന്ന അവകാശം അല്ല കേട്ടോ, അദ്ദേഹം വേറെ പറയുന്നുണ്ട്. അപ്പൊ ഈ 5 കൊടുത്താൽ 5 ഒരു മുടിന്റെ സനദിൽ വന്നൂടെ? മുസ്ലിയാരെ, നിങ്ങൾ എവിടുന്നാ കിതാബ് ഓതി പഠിച്ചത്? ഇനി സുഹൃത്തുക്കളെ, ഞാൻ ഓരോന്നോരോന്നായി പറഞ്ഞങ്ങ് പോവാണ്. ഇയാൾ പറയുന്നത് 6 മണിക്കൂർ പ്രസംഗിക്കേണ്ടതില്ല. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ നിങ്ങൾ എത്ര ആളാ പ്രസംഗിച്ചത്? അത്ര അധികമൊന്നും ആള് പ്രസംഗിക്കേണ്ടതില്ല. ഒറ്റ മനുഷ്യൻ പ്രസംഗിച്ചാൽ മതി. നിങ്ങൾ എത്ര ആളാ പ്രസംഗിച്ചത്? അത്ര അധികം ആളൊന്നും പ്രസംഗിക്കേണ്ടയില്ല. ഒറ്റ മനുഷ്യൻ പ്രസംഗിച്ചാൽ മതി. പക്ഷേ ബേലൂരെ സനത് കൊണ്ടുവരണം, നിങ്ങളെ ടോപ്പ് കാപ്പിയിലുള്ള സനത് കൊണ്ടുവരണം. ചോദിച്ച ചോദ്യത്തിനൊക്കെ മറുപടി പറയണം. മറുപടി പറയാതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. ഒറ്റ ഒരുത്തം മതി, ഒറ്റ ഒരുത്തം വന്നാൽ മതി. എനിക്കും കാണിച്ചു തന്നാ സനത്. വേറൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞതിന്റെ സനത് എനിക്കും കാണിച്ചു തന്നാൽ. ഇനി സുഹൃത്തുക്കളെ, ഇവരൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഗൗസുല്ലാദമിന്റെ സനദിൽ ഇത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടതാ ഗൗസുല്ലാദമിന്റെ സനദിൽ വന്നൂടാ. അപ്പൊ ഉസ്താദേ, അവിടെ വായിച്ചേ നസബ സനദാണെങ്കിലോ എന്നാലും വന്നൂടെ? കാരണം ഗൗസുല്ലാദമിന്റെ മുരീദീങ്ങളല്ലേ മഹാന്മാരായ പലരും. ആ മുരീദീങ്ങൾ ഗൗസുല്ലാദം തങ്ങൾക്ക് മുടികളെ കൂട്ടത്തിൽ ഒരു മുടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മഹാനവർക്ക് അത് വന്നില്ലേ? അവിടുന്ന് പിന്നെ ശിഷ്യപരമ്പരയിലേക്ക് വരുമ്പോൾ അങ്ങനെ വന്നൂടെ? നിങ്ങൾ തന്നെ പറയുന്ന ഒരു മുടിയല്ലേ, കുറെ മുടിയുണ്ട്. എന്നാ പിന്നെ ഗൗസുല്ലാദം മൂപ്പരത്തുള്ള മുടിന്റെ സനദിൽ വന്നൂടെ? അതെവിടെയാ പ്രശ്നം? ഒരു മുടി മാത്രമല്ല ഉള്ളത്, നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ? അപ്പൊ മൂപ്പരത്ത് കിട്ടിയ മുടിയുടെ കൂട്ടത്തിൽ ഗൗസുല്ലാദമുള്ള ഒരു സനദ് ഉണ്ടായിക്കൂടെ? അതിനെന്താ വിഷമോ? ഹക്കീം അസ്ഹരിയുടെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞതിന് എതിരുണ്ടോ? ആദ്യത്തെ സനദിന്റെ ആദ്യത്തുള്ള 2 ആളെ പേരുണ്ട് എന്ന് പറഞ്ഞു. അതില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്ക് വിശദമായി പഠിക്കാനല്ലേ നിങ്ങളോട് അഹമ്മദ് ഖസറിന്റെ വരാൻ പറഞ്ഞ്. നിങ്ങൾ വരൂലെന്ന് നിങ്ങൾ പറഞ്ഞത്. അതാ ശരി, വരൂല എന്ന് പറയല, വരുമല്ലോ വേണ്ടി എന്നല്ലേ പഠിക്കല്. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെ കളവാണ് ഇവർ പറഞ്ഞു പോയത്. ഹക്കീം അസ്ഹരി പറഞ്ഞു, ഞാൻ പറഞ്ഞു തമ്മിൽ എതിരുണ്ട് പോലും. AP ഉസ്താദി ഹക്കീം അസ്ഹരിയുടെ കൂടെയാണ് പോലും. ഓ മക്കളെ, നിങ്ങൾക്ക് ഇബാറത്തും തിരിയുന്നില്ല, പറയുന്ന വാക്കും തിരിയുന്നില്ല. അള്ളാഹ് നിങ്ങൾക്ക് ഫഹ്മ് തരട്ടെ. ഇനിയോ ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് വെക്കുന്നുണ്ട്, എനിക്കെതിരാന്ന് പറഞ്ഞു. ഉസ്താദിന്റെ ക്ലിപ്പ് നിങ്ങൾ കട്ടതല്ലേ? ഉസ്താദിന്റെ ക്ലിപ്പിൽ ഉസ്താദ് പറഞ്ഞില്ലേ, ഇവിടുന്ന് സഖാഫിക്ക് കൊടുത്ത സനദ് പോലത്തെ സനദാണിത് എന്ന് പറയുന്നില്ലേ? അത് നിങ്ങൾ കട്ടതല്ലേ? സനദ് കൊണ്ടാണ് നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സനദ് കൊടുക്കുന്നത്. അവർ പഠിച്ചതിലുള്ള സനദ് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ്. അങ്ങനെ ആ മഹത്തായ സനദ്